നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. ഇന്ന് ഈ ഒരു മാസം പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ നിങ്ങൾ മുന്നോട്ടേക്ക് ഈ ഒരു മാസം എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ എനർജിയെ ബേസ് ചെയ്തെടുക്കുന്ന റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവാനും നല്ലൊരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ റീഡിങ്സ് കാണുക. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ പൂർണ്ണമായിട്ടും ഉണ്ടാവുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും റെസനേറ്റ് ആവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റിലേഷൻ ആണെങ്കിലും കരിയർ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഈ ഒരു മാസം സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, തീരുമാനങ്ങൾ എടുക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും കണക്റ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റം എന്താണെങ്കിലും അത് കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് എഴുതുക കേട്ടോ. അഫർമേഷൻസ് ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതാൻ പഠിച്ചാൽ മാത്രമാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. 2026 നമ്മുടെ വർഷമാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സെക്കൻഡ് മന്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നിങ്ങളുടെ ബുക്കിനകത്ത് 15 ആവശ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ റിപ്പീറ്റ് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും എഴുതുന്നുണ്ടാകും. നിങ്ങൾ ശരിക്കും നമ്മൾ എത്രത്തോളം പ്രതിജ്ഞാബദ്ധത നമ്മളതിന് കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നത്. എപ്പോഴും ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ലൈഫിൽ നേടിയെടുക്കാനുള്ള ഓരോ കാര്യങ്ങളെ അച്ചീവ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കണക്റ്റ് ചെയ്ത് കടന്നു പോകാൻ ശ്രമിക്കണം കേട്ടോ. റൈറ്റിംഗ് ഹീലിംഗ് നിർബന്ധമായിട്ട് ചെയ്യണം. റൈറ്റിംഗ് ഹീലിംഗ് എന്തായിരുന്നു എന്നൊക്കെ ഇന്നലെ മെസ്സേജിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ റൈറ്റിംഗ് ഹീലിംഗ് എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെ, മറ്റുള്ളവരോട് തോന്നുന്ന വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ അടങ്ങി നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജീനെ നമ്മൾ എഴുതി കത്തിച്ച് കളയുകയാണ്. നമുക്കിപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട്, മനസ്സിലിങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു പേപ്പറിലേക്ക് അവരോട് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്നയാൾ എന്നോട് ഇന്ന രീതിയിൽ പെരുമാറി എന്ന് മറ്റൊരാളോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ എഴുതി കത്തിച്ച് കളയുന്നതാണ് റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല പവിത്രമാക്കി പരിശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത്. റൈറ്റ് ഹീലിംഗ് മാത്രം ചെയ്താൽ മതി, ജീവിതം മാറിയിരിക്കും. നിങ്ങൾ അവിടെ ഇവിടെ മറ്റെടുത്തെന്നൊക്കെ പറഞ്ഞ് കുറേ പൈസകൾ കൊണ്ട് കൊടുക്കുന്നതിനേക്കാളൊക്കെ എത്രയോ സുഖമാണ് നിങ്ങളത് ഒരാൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു എന്ന് തന്നെ ചിന്തിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് റൈറ്റ് ഹീലിംഗ് ചെയ്ത് അത് കളയുക. അഫർമേഷൻസ് എഴുതുക. എന്താണ്, ഞാൻ പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഇന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നതും ഞാനത് ഏറ്റവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുകയും എൻ്റെ ജീവിതം മാറ്റിമറിക്കുകയും ചെയ്തതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഉള്ളിൽ ഉൾപ്പെടുത്തേണ്ടത് അതെല്ലാം എഴുതി നമ്മളതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എത്രയും വലിയ സ്വപ്നം കാണണമെങ്കിലും കോടികൾ ഉണ്ടാക്കണമെങ്കിലും എല്ലാം നമ്മളത് ഉണ്ടാക്കി എന്ന് പറഞ്ഞു ആ കിട്ടിയ പണം കൊണ്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു 5000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയുന്നു, ആഡംബര കാറ് വാങ്ങുന്നു, ഗോൾഡുകൾ മേടിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അവിടെ ആരും നിങ്ങളൊന്നും പറയില്ല. നിങ്ങളത് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഒരു മിറാക്കിൾ പോലെ, ഒരു മാജിക്ക് പോലെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾ പോലും അറിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ്. സ്വപ്നം കാണുക. നിങ്ങൾക്കറിയില്ല നമ്മളെപ്പോഴും നെഗറ്റീവിനെ കുറിച്ച് ചിന്തിച്ചും നമ്മൾക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, നമ്മളെ തന്നെ നമ്മൾ വിലമതിക്കാത്തൊരവസ്ഥയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ വിന്നറാവും, ഞാൻ സക്സസ് ആകുമെന്ന ഒരു ഉറപ്പ് നിങ്ങളിലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിനെ ഉയർച്ചയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. മറ്റാരും അറിയണ്ട നമ്മുടെ വിജയം. നമ്മുടെ മനസ്സ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മൈൻഡ് ചിന്തിക്കുന്നത് ആ സംഭവമൊക്കെ ഓക്കെയാണ്, എല്ലാം കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു തോട്ട്സോട് കൂടി അവിടെ ആ ഒരു പ്രോസസ്സിങ് നടക്കും. എന്താ, മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നല്ല രീതിയിൽ ആക്റ്റീവ് ആകും. നിങ്ങൾ ചെയ്തു നോക്കൂ.
ഒരു ജോലിയെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരും. 100% ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഒരു 5,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ, ഒരു 25,000 രൂപ കയ്യിൽ വരാൻ വേണ്ടിയിട്ട് വന്നു. എനിക്ക് ആ പണം കിട്ടി, ഞാൻ ഇന്ന കാര്യം ചെയ്തു, പ്രപഞ്ചശക്തിയോട് നന്ദി പറഞ്ഞ് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം ഈ മക്കളെ. എന്നാൽ മാത്രമേ നമുക്ക് എന്തും പ്രയോജനകരമാകുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ സംഭവം എന്താണെന്ന്. പിന്നെ തുടർന്ന് പൊയ്ക്കോളുക കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫെബ്രുവരി മാസം പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നല്ലൊരു ഗൈഡൻസ് നേടിയെടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിങ്സ് ആണ്. റെസനേറ്റ് ആവുന്നവരെടുത്താൽ മതി, അല്ലാത്തവർ നിങ്ങൾ അടുത്തൊരു വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുക തന്നെ ചെയ്യും കേട്ടോ. പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളവരൊന്നും ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പോകാതിരിക്കുക കേട്ടോ. നിങ്ങൾ ജനറൽ റീഡിങ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. ഈ ഒരു ഫെബ്രുവരി മാസത്തെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ജസ്റ്റിസ് എനർജിയാണ് കേട്ടോ. കർമ്മ ബേസിൽ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്ത ചില പ്രവൃത്തികളുടെ ഫലം നിങ്ങളിലേക്ക് വരുന്നു. അത് പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് നിങ്ങളെ തേടി വരുന്നു, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ നമുക്കൊരു ജസ്റ്റിസ് എനർജി വന്നിരിക്കുന്നത് നിങ്ങളെ റിജക്റ്റ് ചെയ്ത ചില വ്യക്തികൾക്ക് കുറ്റബോധം ഫീൽ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. റിലേഷൻഷിപ്പുകളെ ബേസ് ചെയ്താണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാതെ നിങ്ങളെ അപമാനിച്ച, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തന്ന, നിങ്ങളെ ഒരു ഓപ്ഷൻസായിട്ട് പലരിലും ഒരു വ്യക്തി മാത്രമായിട്ട് കണ്ടിരുന്ന ചില വ്യക്തികൾക്ക് തിരിച്ചടികൾ ലഭിക്കുകയും നിങ്ങളിലേക്ക് അവർക്ക് വരേണ്ടി വരുന്ന, നിങ്ങളെ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾക്കുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനോ നടത്തേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ഫെബ്രുവരി മന്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയാണോ താഴ്ത്തപ്പെട്ടത് ആ സിറ്റുവേഷൻസുകളിലെല്ലാം, എവിടേക്കാണോ നിങ്ങൾ അപമാനിക്കപ്പെട്ടത് അവിടെയെല്ലാം നിങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ വളർച്ചയിലേക്ക്, നിങ്ങളൊരു ഉയർച്ചയിലേക്ക് പോകുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചൊരു ജസ്റ്റിസ്, നീതി, ഒരു ബാലൻസിങ്, ഒരു പക്ഷേ നിങ്ങളൊരു ഇംബാലൻസിങ് എനർജിയിലായിരിക്കാം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു രീതിയിലും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കം അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ, നെഗറ്റീവ് ദുഃഖങ്ങൾ, നിരാശ, അതുപോലെ തന്നെ എന്താ പറയുക, വൈകാരികമായിട്ടൊക്കെ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വെച്ച് നിങ്ങളൊരു ഡൗൺ എനർജിയിൽ നിന്ന്, നിങ്ങൾക്കൊരു ഇംബാലൻസിങ് എനർജി, നിങ്ങളുടെ തന്നെ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ധൈര്യത്തോടു കൂടി നിങ്ങളുടെ സിറ്റുവേഷൻസിന് ഈ മാസം നിങ്ങൾക്ക് ഏത് സാഹചര്യങ്ങളെയും മാനേജ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഭയത്തിൽ നിന്നും പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. അമിതമാകുന്ന എക്സ്പെക്റ്റേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നുണ്ട്. ആഗ്രഹങ്ങളിൽ നിന്നും പുറത്ത് കടക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ഈ 3 കാര്യങ്ങളുമാണ് നമ്മളെ എപ്പോഴും തകർത്ത് കളയുന്നത് കേട്ടോ. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അമിതമായിട്ട് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്, ആരിക്കലും ഒന്നും പ്രതീക്ഷിച്ചു കൊണ്ട് ചെയ്യാനും പോകരുത്. എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, നമുക്ക് സാധിക്കുന്നതിൽ മാത്രം കണക്റ്റ് ചെയ്ത് നിൽക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ആണ്, ധൈര്യത്തിൻ്റെ ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു മാസം നിങ്ങൾക്ക് മറ്റെല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളായിട്ട് നിലനിൽക്കപ്പെടും കേട്ടോ. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ വ്യക്തികളും നിങ്ങളെ വളരെയധികം സ്നേഹത്തോടും റെസ്പെക്റ്റോടും കൂടി കണക്റ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നുണ്ട് കേട്ടോ. സാമ്പത്തികം നല്ല രീതിയിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. സാമ്പത്തികത്തിൻ്റെ മണി അഫർമേഷൻസ് ചൊല്ലണം. സാമ്പത്തികപരമാകുന്ന രീതിയിലുള്ള കർമ്മ ബേസ് ഉണ്ടെങ്കിൽ മണി അഫർമേഷൻസിലൂടെ മാറും മക്കളെ. 108 തവണ നിങ്ങളതൊന്ന് ചൊല്ലുക ദിവസവും. മണി അഫർമേഷൻസ് നമ്മുടെ യൂണിവേഴ്സൽ മെസ്സേജിൻ്റെ ഏറ്റവും അവസാനം എഴുതിയിട്ടിട്ടുണ്ട്. പതുക്കെ ഒന്ന് നീക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും കേട്ടോ. ടൈം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും ചൊല്ലണം. അത് നിങ്ങളുടെ ഇത് മാറി കിട്ടാനായിട്ട് ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ്.
സാമ്പത്തികപരമാകുന്ന പ്രശ്നം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു എനർജി എന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും നിങ്ങൾ ക്ഷമയോടുകൂടി ഡിസിഷൻ എടുക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും ഈ ഒരു മാസം. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെയും അതുപോലെ തന്നെ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെയും നിങ്ങൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, ആരെങ്കിലുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, സംസാരത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് പോലുള്ള കോൺഫ്ലിക്റ്റ് പോലുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം വളരെയധികം സമചിത്തതയോടുകൂടി ക്ഷമയോടുകൂടി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മാസമാണ്. ഒരു പക്ഷേ എടുത്തു ചാടിയുള്ള ഒരു ക്യാരക്ടർ എനർജി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതായിട്ടോ മറ്റുള്ളവരോട് പെട്ടെന്ന് ശണ്ട കൂടുന്ന ക്യാരക്ടറൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ സമാധാനത്തോടു കൂടി ഒരു മാസം റിലാക്സ് എനർജിയിലൂടെ കടന്നു പോകാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ വരുന്നുണ്ട് കേട്ടോ. സാമ്പത്തികം നിങ്ങളോട് ചോദിച്ച് ചില ആളുകൾ നിങ്ങളെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസം നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലോസ് എനർജി വരുത്തിയിട്ടുള്ള ആളുകളുടെ പ്രസൻസ്, നിങ്ങളെ വളരെയധികം നെഗറ്റീവ് ആക്കിയിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് നിങ്ങളെ ചൂഷണം ചെയ്തവരുണ്ടെങ്കിൽ അവരിൽ നിന്നും നിങ്ങൾക്കൊരു പ്രസൻസ്, അതായത് അവരുടെ ആ ഒരു തെറ്റ് തിരുത്തപ്പെടുന്ന, നിങ്ങൾക്ക് ജസ്റ്റിസാണ്, നീതി ലഭിക്കുന്ന ഒരു മാസമാണ്. ഏറ്റവും നല്ലൊരു മാസമാണ് കേട്ടോ. നിങ്ങൾക്ക് നീതിയാണ്, അതായത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾക്ക് അതിനനുകൂലമാകുന്ന നീതി ലഭിക്കുന്നുണ്ട്. കരിയർ എനർജിയിലാണെങ്കിലും ചെറിയ ബ്ലോക്കേജ്, നെഗറ്റിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും ശത്രുതാഭാവം നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നുവെങ്കിൽ അവിടെയും നിങ്ങൾക്ക് കരിയറിനെ ബേസ് ചെയ്തും നീതി ലഭിക്കുന്നുണ്ട് കേട്ടോ. സൺറൈസിങ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഫാമിലിപരമായിട്ടൊക്കെ ഒരു സക്സസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു സന്തോഷം കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതിൽ ഏറ്റവും നല്ല മാസമാണ്. ഏറ്റവും നല്ല ഒരു എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വാരി വിതറാൻ പറ്റുന്ന, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന, എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഫാമിലി പേരൻസിനൊക്കെ ഒരു ലോങ് ടൈം സക്സസ്സിലേക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് നൽകാൻ പറ്റുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഒരു വെൽത്ത് എനർജിയുടെ സമയം കൂടിയാണ് ഈ ഒരു മാസം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ഫിനാൻസ് വന്ന് ചേരുന്ന ഒരു സമയമാണ് കേട്ടോ. ശരിക്കും സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കപ്പെടുന്നു, അതായത് അത് എടുത്തു മാറ്റപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലൂടെ പറയാൻ പറ്റും. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിരാശ എന്ന് പറയുന്നത്, അതായത് പൂർണ്ണമായിട്ടും ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ട് അത് വഴിമുട്ടി അതിന് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റാതെ അതൊരു റോങ് സിറ്റുവേഷൻസ് പോലെ നിങ്ങളെ വിട്ടുപോയി എങ്കിൽ ആ വ്യക്തികളുടെ എല്ലാം പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിൽ നിന്നും വിവാഹ ലൈഫ് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടാണെങ്കിലും നിങ്ങളൊരു സെപ്പറേഷൻ പീരീഡിലാണ് എങ്കിൽ അതും നിങ്ങൾക്കൊരു മാറ്റമാണ് കേട്ടോ. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അഫർമേഷൻസ് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ അഫർമേഷൻസും മറ്റു കാര്യങ്ങളും എഴുതുന്നുള്ളവരാണെങ്കിൽ അവരൊരു പരിപൂർണതയോടുകൂടി നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കി നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു നിരാശ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഡാർക്ക് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റാർ എനർജി വന്നിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റീസുകൾ, ഒരു പക്ഷേ നിങ്ങളെ കഴിഞ്ഞ സമയങ്ങൾ വരെ വളരെ നെഗറ്റീവ് ആകുന്ന, അതായത് ഒരു മായാവലയത്തിൽ പെടുത്തി നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വരുമെങ്കിലും അതൊന്നും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനത് പ്രായോഗികമാക്കി എടുക്കാനോ സാധിക്കാതെ പോയിക്കൊണ്ടിരുന്നു. അതായത് ഒരു മിഥ്യാധാരണ പോലെ, ഇല്യൂഷൻ എനർജി നമ്മളെ വെറുതെ മോഹവലയത്തിൽ പെടുത്തുന്നു. അതായത് ഇന്ന കാര്യം നമുക്ക് വന്നിരിക്കുന്നു, ചിലർ പറയും പോലെ ജോലി ലഭിക്കുന്നു, ഉടനെ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാം എന്ന് ചിന്തിക്കുമ്പോഴും അവിടെ ബ്ലോക്കേജുകൾ വരിക. സാമ്പത്തികം, റിലേഷൻഷിപ്പ്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും അത് നിങ്ങൾക്ക് കൈയെത്തും ദൂരത്ത് വന്നാലും അത് കൈ കൊണ്ട് എടുക്കാൻ സാധിക്കാതെ നിങ്ങൾക്കത് ലൈഫിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത വിധം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ബാലൻസിങ് ആണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്റ്റാർ എനർജിയുടെ പ്രസൻസ് ആണ്. നിങ്ങളുടെ ലൈഫിന് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എവിടെയാണ് ക്ലിയർ
കോൺഫിഡൻസ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുറച്ചൊന്ന് ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യണം കേട്ടോ. ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന എനർജിയാണ് ചില കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു വിദേശ യാത്രയോ അല്ലെങ്കിൽ ലൈഫിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെയൊക്കെ നിങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു എനർജിയിൽ നിന്നും ഇന്നിപ്പം ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി, അവസാനിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരംഭിക്കുന്നു. വീണ്ടും അത് റീകണക്റ്റ് ചെയ്തു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എനിക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി 9 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ബൗണ്ടറി തീർക്കണം കേട്ടോ. ജീവിതത്തിൽ ഈ ഒരു മാസം ചില കാര്യങ്ങളെ ബേസ് ചെയ്ത്, അതായത് സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും ഇടപാടുകളോ കാര്യങ്ങളോ പ്രതീക്ഷയോടുകൂടി, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പോലെയല്ല, ഇപ്പം ചെറുത് കൊടുത്തു വലുത് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് പല പദ്ധതികളുമായിട്ട് വരുന്ന വ്യക്തികളെ ബേസ് ചെയ്ത് അവിടെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കണം. പുതിയ പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കുന്ന മാസമാണെങ്കിൽ അവിടെയെല്ലാം നിങ്ങളൊരു ശ്രദ്ധ കൊടുത്ത് മാത്രം, അതൊക്കെ ലീഗൽ പരമാണോ, അതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്നതാണോ, ജീവിതത്തിലൊരു പോസിറ്റീവ് ആണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ആ കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കരിയർ പാതയെ ബേസ് ചെയ്ത് എന്ത് ആക്ഷൻ എടുത്താലും, ജോലി ചേഞ്ചിങ് ആണെങ്കിലും സാലറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫോക്കസിങ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ദൃഢനിശ്ചയത്തോടു കൂടി സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കണം. ഇംബാലൻസിങ് എനർജി, കൺഫ്യൂഷനിലേക്ക് പോകരുത് കേട്ടോ. എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും, പുതിയതായിക്കോട്ടെ, മാറ്റങ്ങൾ വരുത്തേണ്ടതായിക്കോട്ടെ, ചില വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, എല്ലാം വളരെയധികം ധൈര്യത്തോടു കൂടിയും കോൺഫിഡൻസോടു കൂടിയും ഈ ഒരു മാസം നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും ക്ലാരിറ്റി വരുത്താൻ പറ്റും. അവിടെ വേണ്ടത് ധൈര്യവും കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരു ഫ്രീഡം എനർജിയാണ് കേട്ടോ. നല്ലൊരു ഫ്രീഡത്തോടു കൂടി നിങ്ങൾ മറ്റാരും ചാരി നിൽക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും എക്സ്പെക്റ്റേഷനോടുകൂടി നിൽക്കാതെ നിങ്ങൾ സെൽഫായിട്ട് നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ, നിങ്ങളുടെ തീരുമാനങ്ങളിലൂടെ തന്നെ നിങ്ങൾ കടന്നു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു വിജയത്തെ തന്നെ ഈ ഒരു മാസം നേടിയെടുക്കാൻ പറ്റും. കൊടുക്കൽ വാങ്ങലുകളെല്ലാം ഈ ഒരു മാസം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളിൽ നിന്ന് പോയിരുന്ന സാമ്പത്തികം, നിങ്ങളിലേക്ക് ഡിലേ ആയിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്കത് അനുകൂലമായ സമയമാണ്. കാലത്തിൻ്റെ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കതിൻ്റെ കറക്റ്റ് സമയമാണ്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലെ ഒരു സിറ്റുവേഷൻസ്, നിങ്ങളുടെ വിധിയിൽപ്പെട്ട ചില കാര്യങ്ങളായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ എവിടെയാണോ കൊടുത്തത് അവിടെ നിന്ന് നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ഒരു നിരാശയുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ ഒരു തടസ്സങ്ങളുണ്ട്. കരിയറിനെ ബേസ് ചെയ്തോ, വിവാഹ സംബന്ധമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തോ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സക്സസ്, രണ്ടാമതൊരു വിജയം കൂടി നേടിയെടുക്കണമെന്ന് ചിന്തിച്ച ചില കാര്യങ്ങളെ ബേസ് ചെയ്തോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു ലോസ് എനർജി വരുന്നുണ്ട് ചില ആളുകളുടെ എനർജിയിൽ. പക്ഷെ അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ആ ഒരു വെയിറ്റിംഗ് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊരിക്കലും ഒരു നഷ്ടമല്ല, ക്ലാരിറ്റി ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു മാസം എടുക്കേണ്ട തീരുമാനം സമാധാനപരമായ തീരുമാനങ്ങൾ എടുക്കുക. ശാന്ത സ്വഭാവമായിരിക്കണം നിങ്ങൾക്ക് കേട്ടോ. ദേഷ്യവും വാശിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഡെയിലി അഫർമേഷൻസിൽ എഴുതുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും വളരെയധികം കരുണയോടും ശാന്തമായ രീതിയിലും സംസാരിക്കും. ഞാൻ ക്ഷമയാണ്, എനിക്കെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നു, ഞാൻ എപ്പോഴും സമാധാനപരമായിട്ടും ശാന്തമായ രീതിയിലും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും എന്ന അഫർമേഷൻസ് എഴുതുക. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. അതുപോലെ ശരിക്കും പ്രാർത്ഥിക്കണം കേട്ടോ. മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ പാർട്ട്ണർ എനർജികളെ ബേസ് ചെയ്ത്, അതായത് മാര്യേജ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഈ ഒരു മാസം ഉണ്ടാവേണ്ടത്. എസ്കേപ്പിംഗ് എനർജി ഉണ്ട് കേട്ടോ. ചില സൗഹൃദ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു മാസം പുറത്ത് കടക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ചില ബന്ധങ്ങളൊന്നും ഒരിക്കലും ലൈഫിൽ നല്ലതല്ല, പോസിറ്റീവ് നൽകുന്നതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു മാസം വരികയും അവിടെ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു മാസം വേണ്ടത് പ്രാർത്ഥന, മെഡിറ്റേഷൻസ് ഒക്കെയാണ്. നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയേണ്ട മാസമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ നേടിയെടുക്കാം,
എടുക്കാൻ സാധിക്കും. നിങ്ങളിൽ എന്തെല്ലാം റിസോഴ്സ് ഉണ്ട് എന്നത് നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു പുനർവിചിന്തനം നടത്തണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആഴത്തിൽ അറിയണം. കുറച്ച് സമയമെങ്കിലും നിങ്ങളൊന്ന് ഏകാന്തമായിട്ടിരുന്ന് നിങ്ങളുടെ തോട്ട്സിനെ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങളൊന്ന് വിശകലനം ചെയ്യുക എന്നുള്ളൊരു എനർജി കൂടി വന്നിട്ടുണ്ട്. ഡൈനോസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു വിയോഗത്തിൻ്റെ എനർജി ഈ ഒരു മാസം കാണുന്നുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. വിയോഗത്തിൻ്റെ എനർജി കർമ്മ ബേസ് ആണ് കേട്ടോ. അതിൻ്റെ സമയമാകുമ്പം ചില കാര്യങ്ങൾ നടക്കും. അത് നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ എന്നുള്ള എനർജി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ ഈ ഒരു മാസം കടന്നു പോകുക. അഫർമേഷൻസ് എഴുതുക, റൈറ്റ് ഹീലിംഗ് ചെയ്യണം. നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും റൈറ്റ് ഹീലിംഗ് ചെയ്യുക. അതായത് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവ് വ്യക്തികളുമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു എനർജി നമ്മളിൽ നിന്നും എടുത്ത് കളഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വളരെയധികം പരിശുദ്ധമാക്കി നിർത്തുക. എന്നിട്ട് നമ്മൾ അഫർമേഷൻസുകൾ എഴുതുക. ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്യുക. ഒരു 10,000, ഒരു ചെറിയ ജോലി, ചെറിയൊരു വ്യക്തിയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു പേഴ്സണെ ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്ക് കാണും, എനിക്കത് ഉറപ്പാണെന്നും പറഞ്ഞ് നമ്മൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. അത് വിശ്വാസത്തോടു കൂടി ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ഞാൻ പറഞ്ഞിട്ട് അവർ പറഞ്ഞതല്ലേ ഒന്ന് പരീക്ഷിക്കാം എന്നതല്ല. നിറഞ്ഞ വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവാൻ മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും പറയണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരും കേട്ടോ.